സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പരിപ്പ് കറിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് മെഷറിംഗ് കപ്പിന് 1/2 കപ്പ് തുവരപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. സാമ്പാർ വെക്കുന്ന പരിപ്പില്ലേ, തുവരപ്പരിപ്പിന് പകരം ചെറുപയറിൻ്റെ പരിപ്പ് കൊണ്ടും ഈ രീതിയിൽ കറി വെക്കാൻ പറ്റും. പരിപ്പ് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് വറുത്തെടുക്കണം. കളറൊന്നും മാറേണ്ട, പരിപ്പിൻ്റെ നല്ലവണ്ണം ഒന്ന് ചൂടായാൽ മതി. പരിപ്പിൻ്റെ പച്ചമണം മാറി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. പരിപ്പ് വറക്കാതെയും കറി വെക്കാം, പക്ഷേ ഇതുപോലെ 2 മിനിറ്റ് ഒന്ന് വറുത്തിട്ട് കറി വെച്ചാൽ ആ കറിക്ക് നല്ല ടേസ്റ്റാണ്. പരിപ്പ് കറി കുക്കറിലാണ് വെക്കുന്നത്. ചൂടാറിയ ശേഷം പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പരിപ്പിലേക്ക് 5-6 ചെറിയ ഉള്ളിയും 4 പച്ചമുളകും, എരിവിന് വേണ്ടി പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഉണക്കമുളകും കൂടി 2ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിയെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ആ സമയത്ത് ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് വെന്ത് വരുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പരിപ്പിനെ തൊട്ട് മുകളിൽ നിൽക്കുന്നത് പോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. തവി കൊണ്ട് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ലിഡ് വെച്ച് അടച്ച് മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം. പരിപ്പ് വേകുന്ന സമയം കൊണ്ട് കറിയിലേക്ക് ചേർക്കുന്നതിനായി തേങ്ങയുടെ ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പീരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പരിപ്പാണ് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് 1/2 കപ്പ് തേങ്ങാപ്പീരയാണ് അരയ്ക്കാനായി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ചെറിയ ജീരകവും 3-4 ചെറിയ ഉള്ളിയും 3-4 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഇത് നല്ലവണ്ണം അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയേണ്ട, ചെറിയ തരിതരിപ്പോട് കൂടി അരച്ചെടുത്താൽ മതി. കുക്കറിലെ എയറെല്ലാം പോയിട്ടുണ്ട്, തുറന്ന് നോക്കാം. പരിപ്പ് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്, അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പരിപ്പിങ്ങനെ തവി കൊണ്ട് ഉടച്ചല്ല കറി വെക്കുന്നത്. ഈ പരിപ്പിൻ്റെ ചൂടൊന്ന് മാറിക്കഴിയുമ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്താണ് കറി വെക്കുന്നത്. രുചിയുടെ കാര്യത്തിൽ വെന്ത പരിപ്പ് തവി കൊണ്ട് ഉടച്ച് വെക്കുന്നതിലും മിക്സിയിൽ അരച്ച് വെക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ചൂടാറിയതിന് ശേഷം പരിപ്പ് മിക്സിയുടെ ജാറിലേക്ക് പകുതി വീതം ഇട്ട് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. അരച്ച പരിപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് മുഴുവൻ പരിപ്പും അരച്ചെടുക്കാം. അരച്ചെടുത്ത പരിപ്പ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അരപ്പും ചേർത്ത് നല്ലവണ്ണം തവി കൊണ്ട് ഇളക്കി മിക്സാക്കി എടുക്കാം. ഈ സമയത്ത് കറിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കറി സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയെടുക്കണം. ഈ സമയത്ത് ഉപ്പും കൂടെ നോക്കി ആവശ്യമെങ്കിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. സ്റ്റൗവിൽ വെച്ച് കറി തിളച്ച് വരാറാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കടുക് താളിച്ച് ചേർക്കണം. അതിനായി പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് പൊട്ടിയതിന് ശേഷം 5-6 ചെറിയ ഉള്ളി അരിഞ്ഞതും 3 ഉണക്കമുളക് 2ആയിട്ട് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കണം. ഇത് നല്ല ഗോൾഡൻ കളറാകുന്നിടം വരെ വഴറ്റിയെടുത്തിട്ട് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് താളിച്ചൊഴിച്ചതിന് ശേഷം 5 മിനിറ്റ് അടച്ചു വെക്കാം. സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അടപ്പ് മാറ്റി എല്ലാം ഒന്ന് തവി കൊണ്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതേ ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുപോലെ പരിപ്പ് അരച്ച് കറി വെച്ചിട്ടില്ലെങ്കിൽ
ഇനി ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.